വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 23-24 തിരുവചനങ്ങൾ. തൻ്റെ ശുശ്രൂഷയുടെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവൻ വീട്ടിലേക്ക് പോയി. താമസിയാതെ അവൻ്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു. 5 മാസത്തേക്ക് അവൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ കഴിഞ്ഞുകൂടി. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, തൻ്റെ ശുശ്രൂഷയുടെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ എന്ന് പറയുമ്പോൾ അബിയ ഗണത്തിന് നിശ്ചയിക്കപ്പെട്ടിരുന്ന ശുശ്രൂഷയുടെ ദിവസങ്ങളിൽ സക്കറിയ പുരോഹിതന് കർത്താവിൻ്റെ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ധൂപമർപ്പിക്കുവാനുള്ള ശുശ്രൂഷ ലഭിക്കുന്നു. ആ ശുശ്രൂഷയും തുടർന്നുള്ള തൻ്റെ ദൈവാലയ ശുശ്രൂഷകളും നിശ്ചയിക്കപ്പെട്ടിരുന്ന സമയപ്രകാരം പൂർത്തിയായപ്പോൾ എന്ന് അർത്ഥം. അത് പൂർത്തിയായപ്പോൾ അവൻ വീട്ടിലേക്ക് പോയി. ഈ ശുശ്രൂഷ ദിവസങ്ങൾ ദൈവാലയത്തിൽ പ്രധാന പുരോഹിതൻ ശുശ്രൂഷ ചെയ്യുന്ന ഈ ദിവസങ്ങളിൽ നിയമപ്രകാരം അവർ തങ്ങളുടെ ഭാര്യയെ സമീപിക്കുകയോ തങ്ങളെ തന്നെ അശുദ്ധമാക്കുന്ന ഏതെങ്കിലും പ്രവൃത്തികളിൽ വ്യാപരിക്കുകയോ ചെയ്യില്ല. കാരണം ആ നാളുകൾ പ്രത്യേകമായ വ്രതാനുഷ്ഠാനത്തോടെ തങ്ങളെ തന്നെ വിശുദ്ധിയിൽ നോമ്പിൽ കാത്തു സൂക്ഷിക്കുന്ന ദിവസങ്ങളാണ്. പ്രധാന പുരോഹിതൻ അല്ലെങ്കിൽ ദൈവാലയ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതൻ തങ്ങളുടെ ഭാര്യമാരെ സമീപിക്കുകയില്ല എന്ന് മാത്രമല്ല, ഭവനത്തിൻ്റെ ഉമ്മറപ്പടി ചവിട്ടുക പോലുമില്ല. സ്വന്തം ഭവനത്തിൽ നിന്ന് പോലും അകന്നു നിൽക്കുന്ന ഒരു രീതിയായിരുന്നു തുടർന്നിരുന്നത്. അപ്പോൾ ആ ദിവസങ്ങളെല്ലാം പൂർത്തിയായതിനു ശേഷം, തൻ്റെ ശുശ്രൂഷയുടെ ദിവസങ്ങൾ പൂർത്തിയായതിനു ശേഷമാണ് സക്കറിയ ഭാര്യയെ സമീപിക്കുന്നത്, അഥവാ സ്വന്തം ഭവനത്തിൽ പ്രവേശിക്കുന്നത്. താമസിയാതെ അവൻ്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു. 5 മാസത്തേക്ക് അവൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ കഴിഞ്ഞുകൂടി. പ്രിയപ്പെട്ടവരെ, വാർദ്ധക്യത്തിൽ ഒരു ശിശു ജനിക്കുക എന്നത് അല്ലെങ്കിൽ വിവാഹിതരായ ദമ്പതിമാർക്ക് മക്കളില്ലാതിരിക്കുന്ന ആ അവസ്ഥ പോലെ തന്നെ ലജ്ജാകരമായിട്ട് ഇവർക്ക് തോന്നിയിരിക്കണം. വിവാഹത്തിൻ്റെ ഏക ലക്ഷ്യം മക്കളുണ്ടാവുക എന്നായിരിക്കെ ആ മക്കളെ കിട്ടാതിരിക്കുന്നത് വിവാഹിതരെ സംബന്ധിച്ചിടത്തോളം അപമാനകരമാണ്, അത് വേദനാകരമാണ്. എന്നാൽ യൗവനത്തിൽ ലഭിക്കേണ്ട മക്കളെ വാർദ്ധക്യത്തിൽ സ്വീകരിക്കേണ്ടി വരുമ്പോൾ ആളുകളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ ഇവൾക്ക് ലജ്ജയുണ്ടായി എന്നതാണ്. എന്നാൽ 5 മാസം കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ 5 മാസം യോഹന്നാൻ എലിസബത്തിൻ്റെ ഉദരത്തിൽ ജനിച്ച് 5 മാസം കഴിയുമ്പോഴാണ് ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ കന്യാമറിയത്തെ സമീപിച്ച് ഈശോയുടെ ജനനത്തെ പറ്റി പറയുന്നതും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഉദരത്തിൽ യേശു ജന്മം കൊള്ളുന്നതും. യേശു പരിശുദ്ധ കന്യകയുടെ ഉദരത്തിൽ ജന്മം കൊണ്ടാൽ ഉടൻ തന്നെ മറിയം അവിടെ നിന്ന് പുറപ്പെട്ട് എലിസബത്തിനെ സംബന്ധിക്കുകയും അഭിവാദനം ചെയ്യുകയും ചെയ്യുന്നു. ആകയാൽ മറിയം വന്ന് അഭിവാദനം ചെയ്യുന്നത് വരെയും എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ വചനത്തെ മനസ്സിലാക്കാൻ സാധിക്കും. മറിയം ഇവരെ സന്ദർശിക്കുന്നത് വരെയും എലിസബത്ത് മറ്റുള്ളവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാതെ കഴിഞ്ഞുകൂടി. ഹാവ് എ ബ്ലെസ്ഡ് ഡേ ടു ഓൾ ഓഫ് യു.